ബിഗ് ബോസ് ലൈവിൽ അപ്പൊ പവർ ടീമിന്റെ പവർ ഉപയോഗിച്ചിട്ട് ഡെൻ റൂമിനെ പൂട്ടിയിരിക്കുകയാണ്. ജാസ്മിൻ അപ്പൊ ഡെൻ റൂമിൽ പെട്ടുപോയിരിക്കുകയാണ്. ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിട്ടുണ്ട് മെലോഡ്രാമ ചെയ്യാനായിട്ട്. അപ്പൊ ഡെൻ ടീമിലുള്ള അർജുൻ അപ്പൊ ജാൻമുണി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അർജുൻ അപ്പൊ ഒരുക്കാൻ വേണ്ടിയിട്ട് അർജുൻ വിളിച്ചിട്ടാണ് ഡെൻ റൂമിലേക്ക് ജാസ്മിൻ വന്നത്. അങ്ങനെ ഡെൻ ടീമിലുള്ളവരെല്ലാവരും ഡെൻ റൂമിലുണ്ട്. അതുപോലെ തന്നെ ജാസ്മിനും അതിൽ പെട്ടുപോയിരിക്കുകയാണ്. അതിന്റെ പവർ റൂംകാർ പ്ലാൻ ചെയ്തിരിക്കുന്ന ജാസ്മിൻ ഇനി ആക്ട് ചെയ്യേണ്ടെന്നും ഈ ടാസ്കിൽ ഡെൻ റൂം പങ്കെടുക്കണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഡെൻ ടീമിനെ പങ്കെടുപ്പിക്കേണ്ട, ജാസ്മിന്റെ ടീമുകാർ ആക്ട് ചെയ്യുമ്പോൾ ജാസ്മിനെ പങ്കെടുപ്പിക്കേണ്ടെന്ന് പവർ റൂംകാർ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ സിബിനൊക്കെ പറയാണ് ഇതൊക്കെയാണ് പവർ, അല്ലാണ്ട് ചുമ്മാ അസംബ്ലി ചെയ്യുന്നതും കൈപൊക്കി നിർത്തുന്നതും കുഞ്ഞിക്കളിയൊന്നും അല്ല പവർ, ഇതൊക്കെയാണ് അധികാരം എന്നൊക്കെ പറഞ്ഞാണ് സിബിനും ടീമും നിൽക്കുന്നത്. അതിന്റെ പവർ ടീംകാർ ക്യാമറ ചെന്നിട്ട് പറയുന്നത് പവർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് യൂസ് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ജാസ്മിനെ സെപ്പറേറ്റ് റൂമിലാക്കിയിട്ടും ജാസ്മിൻ ഇപ്പോഴും ഇപ്പുറത്തെ റൂമിൽ വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും കൊണ്ട് ജാസ്മിനുള്ള ഒരു പണിയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഇപ്പൊ ഗബ്രി അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗബ്രിക്ക് വാഷ്റൂമിൽ പോകണം, പുറത്ത് വിടണം എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത്. ക്യാപ്റ്റൻ പവർ ടീമിനോട് പറഞ്ഞ് ഈ പ്രശ്നം സോൾവ് ആക്കണമെന്നാണ് ഗബ്രി പറയുന്നത്. അപ്പൊ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിൻഡോ പറയാണ് അവർ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ ക്യാപ്റ്റൻ ആയത്, അല്ലാണ്ട് നിങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലല്ലോ എന്നുള്ളത്. ജിൻഡോ അത് കഴിഞ്ഞിട്ട് പവർ ടീമിനോട് സംസാരിച്ചിട്ട് വന്നിട്ട് പറയും പവർ ടീംകാർ നിങ്ങളുടെ കാര്യത്തിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ. ജിൻഡോയോട് അപ്പൊ ഗബ്രി പറയും തനിക്ക് ഉടുപ്പുണ്ടോ, ടീമിന് മുമ്പിൽ പോയി താൻ കുമ്പിട്ടേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി ജിൻഡോയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ ഒരു പണി ഇനി തൊട്ട് ചെയ്യില്ല എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകെ പ്രശ്നമായിരിക്കുകയാണ്. മാനുഷിക പരിഗണന കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗബ്രി പറയുന്നുണ്ട് ഗബ്രിക്ക് വാഷ്റൂമിൽ പോകണം എന്നൊക്കെ. അതിന്റെ ഇടയ്ക്ക് പവർ ടീമാരായിട്ട് വന്നിട്ട് പറയാണ് സിബിനെ ഉളുപ്പില്ലാത്തവനെന്നും നാണം കെട്ടവനെന്നും വിളിച്ചിട്ടുണ്ട് ഗബ്രിന്നും. അതുപോലെ തന്നെ ജിൻഡോ പവർ ടീമിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞുവെന്നും ഇനി ഗബ്രി മാപ്പ് പറയാതെ ഡെൻ റൂം തുറക്കില്ല എന്നുള്ളതാണ് പവർ ടീമിന്റെ തീരുമാനം. അത് കഴിഞ്ഞിട്ട് ജാസ്മിനൊക്കെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് പീരീഡ്സ് ആണ്, പാട് മാറ്റണം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. എന്നാലും ഇറക്കി വിടില്ല എന്ന് പറയുന്നുണ്ട്. നീ വേണമെങ്കിൽ ഗബ്രീനെ കൺവിൻസ് ചെയ്യാനാണ് സിബിനും അവരൊക്കെ പറയുന്നത്, പൂജയൊക്കെ. അപ്സര പറയുന്നുണ്ട് അപ്സരയും അതുപോലെ തന്നെ അർജുനും റസ്മിനും ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ അവർ ഇറക്കി വിട്, ഇവരൊക്കെ ഗബ്രി പറഞ്ഞതിന് ഞങ്ങളെ ഇതിനാണ് ശിക്ഷിക്കുന്നത്, ഞങ്ങളെ ഇറക്കി വിടാനൊക്കെ അപ്സര പറയുന്നുണ്ട്. അത് പറ്റില്ല, ഗബ്രി മാപ്പ് പറയണം, ഗബ്രീനെ വേണമെങ്കിൽ നിങ്ങൾ കൺവിൻസ് ചെയ്ത് മാപ്പ് പറയിപ്പിക്കുക, നിങ്ങൾ ഒരേ ടീമല്ലേ എന്നൊക്കെയാണ് സിബിനൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സിബിൻ പറയുന്നുണ്ട് നമ്മളെല്ലാവരും കേട്ടതാണല്ലോ ഗബ്രി പറയുന്നത് ജാസ്മിന്റെ അച്ഛനാണ്, ജാസ്മിന്റെ അമ്മയാണ്, ജാസ്മിന്റെ ചേട്ടനാണ്, ജാസ്മിന്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ജാസ്മിന് വേണ്ടിയിട്ട് ഗബ്രിക്ക് ഒരു സോറി പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ ബഹളം വച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവർ ടീമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോറ പറയുന്നുണ്ട് അവള് പറഞ്ഞ സത്യമാണ്, അവൾക്ക് പീരീഡ്സ് ആണ്, എനിക്ക് അവൾക്ക് ഒരേ ടൈമിലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജാസ്മിനെ പുറത്ത് വിടണോ എന്നുള്ള രീതിയിൽ. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.